നമുക്കറിയാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മെയിൻസ് പരീക്ഷകൾക്ക് കറണ്ട് അഫയേഴ്സിന് ഒരു വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ജനുവരി 1, 2022 മുതൽ ജൂൺ 30, 2022 വരെയുള്ള PSC ബുള്ളറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചെയ്ത് കഴിഞ്ഞതാണ്. ഭാഗം 1 ഇന്നലെ. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കി 2022 ഡിസംബർ 31 വരെയുള്ള കറണ്ട് അഫയേഴ്സ് പോയിൻറ്റ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആദ്യത്തേത് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ കൊളംബിയയിലെ ആദ്യ ഇടതുപക്ഷ പ്രസിഡൻ്റായ ഗുസ്താവോ പെട്രോ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യ ഇടതുപക്ഷ പ്രസിഡൻറ്റ് കൊളംബിയയാണ് രാജ്യം, ഗുസ്താവോ പെട്രോ. അടുത്തത് COVID-19 പകർച്ചവ്യാധിയുടെ ഫലമായി 8 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്കിടയിലുള്ള പഠന വിടവ് നികത്തുന്നതിന് തമിഴ്നാട്ടിൽ നിന്ന് ആരംഭിച്ച പദ്ധതിയാണ് എന്നും എഴുതും സ്കീം ഓർത്ത് നോക്കുക, തമിഴ്നാടാണ്. കേരള സർവകലാശാലയ്ക്ക് നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിലിൻ്റെ NAC A++ അക്രഡിഷൻ ആദ്യമായാണ് കേരളത്തിലൊരു സർവകലാശാല ഇത്രയധികം ഉയർന്ന റാങ്ക് ലഭിക്കുന്നത്. അക്രഡിഷനുമായി ബന്ധപ്പെട്ടതാണ് കേരള സർവകലാശാലയാണ് കേരള യൂണിവേഴ്സിറ്റിക്കാണ് നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ A++ കിട്ടിയിരിക്കുന്നത്. മൊബൈൽ ഫോണിൻ്റെ അടിമപ്പെടുന്ന കുട്ടികൾ അതിൽ നിന്ന് മോചിക്കപ്പെടാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കൂട്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കൂട്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വിവർത്തനത്തിലുള്ള കഴിഞ്ഞ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് സുനിൽ ഞെളിയത്ത് അർഹനായി. സുനിൽ ഞെളിയത്ത് ഓർത്ത് വെക്കണേ. ഫെഡറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരമായിരുന്ന ലിസ സ്ഥലേക്കർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഫെഡറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരമായിരുന്ന ലിസ സ്ഥലേക്കർ തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്തത് സംസ്ഥാനത്തെ ഭൂമിയുടെ ഡിജിറ്റൽ സർവേ നടന്ന സ്ഥലങ്ങളുടെ വിസ്തീർണവും വിവരങ്ങളും ഉടമകൾക്ക് വേഗത്തിൽ പരിശോധിക്കുന്നതിനായി എൻ്റെ ഭൂമി പോർട്ടൽ നിലവിൽ വരും. കേരള സംസ്ഥാനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. എൻ്റെ ഭൂമി പോർട്ടൽ. സായുധ സേനയിലേക്ക് 4 വർഷത്തേക്ക് നിയമനം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി, അതിൻ്റെ പേരെന്താ? അഗ്നിപത്ത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇരുചക്ര വാഹനങ്ങളുടെ പൊതുനിരത്തിലെ മത്സരയോട്ടം തടയുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ റേസ്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷനായി മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുകയാണ്. CN രാമചന്ദ്രൻ നായർ എന്തിൻ്റെ അധ്യക്ഷനാണ്? മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള സംസ്ഥാന കമ്മീഷൻ്റെ അധ്യക്ഷൻ. വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 48ാമത്തെ ഉച്ചകോടി ജർമ്മനിയിൽ വെച്ചാണ് നടന്നത്. G7 48th ജർമ്മനി. അടുത്തത് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ അക്ഷരമുദ്ര പുരസ്കാരത്തിന് സാഹിത്യകാരൻ C രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. ഓൾ ഇന്ത്യ അസോസിയേഷൻ അക്ഷരമുദ്ര C രാധാകൃഷ്ണൻ. 2022 ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ചൈനയാണ് ആതിഥേയത്വം വഹിച്ചത്. പ്രശസ്ത ബ്രിട്ടീഷ് നാടക സംവിധായകൻ പീറ്റർ ബ്രൂക്ക് 97 വയസ്സായിരുന്നു, അന്തരിച്ചു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ PSLV 53 റോക്കറ്റ് വിജയകരമായി സിംഗപ്പൂരിൻ്റെ 3 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചു എന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. PSLV C-53. വിംബിൾഡൺ പുരുഷ വിഭാഗം കിരീടം നോവാക് ജക്കോവിച്ചിൻ്റെ 21ാമത്തെ ഗ്രാൻഡ് സ്ലാം കിരീടമാണ്. ഇത് 7ാമത്തെ വിംബിൾഡൺ കിരീടവും. ഇസ്രായേലിൻ്റെ 14ാമത്തെ പ്രധാനമന്ത്രി യാസിർ ലാപ്പിഡ് ചുമതലയേറ്റു. ഇസ്രായേലിൻ്റെ 14ാമത്തെ പ്രധാനമന്ത്രിയാണ് യാസിർ ലാപ്പിഡ്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ സ്പീക്കർ എന്ന പദവി മഹാരാഷ്ട്ര സ്പീക്കർ രാഹുൽ നിർവേക്കർ മഹാരാഷ്ട്ര ഏറ്റവും കുറഞ്ഞ പ്രായമുള്ള നിയമസഭാ സ്പീക്കർ. ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ഷിൻസോ അബെ വെടിയേറ്റ് മരിച്ചു. ഷിൻസോ അബെ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു? ജപ്പാനാണ്. ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ഷിൻസോ അബെ വെടിയേറ്റ് മരിച്ചു എന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ G20 ഷെർപ്പയായിട്ട് അമിതാഭ് കന്തിനെ നിയമിച്ചു. ഇന്ത്യയുടെ G20 ഷെർപ്പ അമിതാഭ് കന്ത്. കേരള ടൂറിസം വകുപ്പ് ഡയറക്ടറായി PB നൂഹ് IAS നിയമിതനായി. കേരള ടൂറിസം വകുപ്പ് ഡയറക്ടറായിട്ട് ആരാണ്? PB നൂഹ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു തിരഞ്ഞെടുക്കപ്പെട്ടു. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ്. കേരള രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ OK രാംദാസ് 74 വയസ്സ്, അന്തരിച്ചു. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനക്കുള്ള 2021 JC ഡാനിയൽ പുരസ്കാരം സംവിധായകൻ KP കുമാരന് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രമൊക്കെയാണ് അതിൻ്റെ പുരസ്കാരം. KP കുമാരൻ 2021 JC ഡാനിയൽ പുരസ്കാരം.
ലോക അത്ലറ്റിക്സ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് വെള്ളി. ഇത് ജൂലൈയിലെ ന്യൂസാണ്. വേൾഡ് എക്കണോമിക്സ് ഫോറം തയ്യാറാക്കിയ ലിംഗസമത്വം സൂചികയിൽ ഇന്ത്യ 135 ജെൻഡറുമായി ബന്ധപ്പെട്ട ജെൻഡർ പാരിറ്റിയായി ബന്ധപ്പെട്ട് ഗ്ലോബൽ ജെൻഡർ ഇക്വാലിറ്റിയായി ബന്ധപ്പെട്ട ഇൻഡെക്സാണിത്. വേൾഡ് എക്കണോമിക് ഫോറമാണ്. ഇന്ത്യയുടെ സ്ഥാനം 135 ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട സൂചികയാണിത്. അന്താരാഷ്ട്ര ഷൂട്ടിംഗ് സ്പോർട്ട് ഫെഡറേഷൻ ലോകകപ്പിൽ ഇന്ത്യൻ താരം ഐശ്വര്യ പ്രതാപ് സിംഗ് തോമറിന് സ്വർണം. ഇമ്പോർട്ടൻ്റ് ആണ് ഷൂട്ടിംഗ്. എഴുത്തച്ഛൻ മലയാള സാഹിത്യ കേന്ദ്രത്തിൻ്റെ പ്രഥമ എഴുത്തച്ഛൻ മലയാള സാഹിത്യ സ്മൃതി പുരസ്കാരം കെ ജയകുമാറിന്. എഴുത്തച്ഛൻ മലയാള സാഹിത്യ കേന്ദ്രത്തിൻ്റെ പ്രഥമ എഴുത്തച്ഛൻ മലയാള സാഹിത്യ സ്മൃതി പുരസ്കാരം കെ ജയകുമാറിനാണ്. കേരള സംസ്ഥാന വിജിലൻസ് മേധാവിയായിട്ട് ആരാണ്? ADGP മനോജ് എബ്രഹാം നിയമിതനായി. കേരള സംസ്ഥാന വിജിലൻസ് മേധാവിയായി ADGP മനോജ് എബ്രഹാം. പ്രസിഡന്റ് പറഞ്ഞു. വൈസ് പ്രസിഡന്റിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ 14ാമത്തെ ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻഖർ തിരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായിട്ട് അബ്ദുൾ ഹക്കീം നിയമിതനായി. യൂറോ കപ്പ് വനിതാ ഫുട്ബോൾ കിരീടം ഇംഗ്ലണ്ട്. യൂറോ കപ്പാണ് വനിതാ ഫുട്ബോൾ കിരീടം. വനിതാ ഫുട്ബോളാണ് ഇംഗ്ലണ്ടിനാണ്. ഇന്ത്യൻ റെയിൽവേയുടെ അന്വേഷണ കൗണ്ടറുകളുടെ പുതിയ പേര് സഹയോഗ്. 2022 44ാം ചെസ് ഒളിമ്പ്യാഡിൻ്റെ ഭാഗ്യചിഹ്നം തമ്പി എന്ന കുതിരയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലോയിങ് സോളാർ പ്ലാന്റ് മധ്യപ്രദേശിലെ ഖണ്ഡോയിൽ വരും എന്നാണ് പറയുന്നത്. നിലവിൽ വരുന്നത്. 2022 മിസ് ഇന്ത്യ USA ആയി ആര്യ വാൽവേക്കർ തിരഞ്ഞെടുക്കപ്പെട്ടു. തിരുവനന്തപുരം ലോകസഭാ അംഗവും എഴുത്തുകാരനുമായ ശശി തരൂരിന് ഫ്രാൻസിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ പുരസ്കാരം. ഫ്രാൻസിൻ്റെ ഷെവലിയർ പുരസ്കാരം ആർക്കാണ്? ശശി തരൂരിനാണ്. അടുത്തത് സോവിയറ്റ് യൂണിയൻ്റെ അവസാന പ്രസിഡന്റ് മിഖായിൽ ഗോർബച്ചേവ് അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ അവസാന പ്രസിഡന്റ് മിഖായിൽ ഗോർബച്ചേവ്. പ്രശസ്ത സാഹിത്യകാരൻ നാരായൺ അന്തരിച്ചു. കൊച്ചരേത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ്. ചോദിക്കാൻ സാധ്യതയുണ്ട്. കേരള സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിലുള്ള ഓൺലൈൻ ഓട്ടോ ടാക്സി സംവിധാനമാണ് കേരള സവാരി. ഇമ്പോർട്ടൻ്റ് ആണ് കേരള സവാരി. കേരള സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഓൺലൈൻ ഓട്ടോ ടാക്സി സംവിധാനമാണ് കേരള സവാരി. കേന്ദ്ര സാഹിത്യ അക്കാദമി 2022 ബാലസാഹിത്യ പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരൻ സേതുവിന് ചേക്കുട്ടി എന്ന നോവലിനാണ്. ചേക്കുട്ടി. കെനിയയുടെ പുതിയ പ്രസിഡന്റായി വില്യം റൂത്തോ തിരഞ്ഞെടുക്കപ്പെട്ടു. വില്യം റൂട്ടോ കെനിയ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കെനിയയുടെ പുതിയ പ്രസിഡന്റായി വില്യം റൂത്തോ തിരഞ്ഞെടുക്കപ്പെട്ടു. മധ്യപ്രദേശിലെ മാണ്ഡ്ല ജില്ലയ്ക്ക് ഇന്ത്യയിലെ ആദ്യ ഫങ്ഷണലി ലിറ്ററേറ്റ് ജില്ല എന്ന പദവി. മധ്യപ്രദേശിലെ മാണ്ഡ്ല ജില്ലയ്ക്ക് ഇന്ത്യയിലെ ആദ്യ ഫങ്ഷണലി ലിറ്ററേറ്റ് പദവിയാണ്. ഗ്രാമപ്രദേശങ്ങളിലെ വീടുകൾക്ക് സമ്പൂർണ്ണ കുടിവെള്ള പൈപ്പ് ലൈൻ കണക്ഷൻ നൽകി ഹർ ഘർ ജൽ സർട്ടിഫിക്കേഷൻ നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. കുടിവെള്ളവുമായി ബന്ധപ്പെട്ടാണ് പൈപ്പ് ലൈൻ കണക്ഷൻ. ഹർ ഘർ ജൽ സർട്ടിഫിക്കറ്റ് ഗോവ. ആദ്യ സംസ്ഥാനം ഗോവ. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ അധ്യാപക പരിശീലന പദ്ധതിയാണ് നിഷിത്ത. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Under 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി അന്തിം പങ്കലാണല്ലേ. Under 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പാണ്. സ്വർണ്ണമാണ്. വനിതാ താരമാണ് അന്തിം പകൽ. ലോകപ്രശസ്ത സംവിധായകൻ റാങ് ലു ഗോദർദ് അന്തരിച്ചു. ഫ്രഞ്ച് നവതരംഗ സിനിമയുടെ ഉപജ്ഞാതാവാണ്. ഗോദർദ് ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ മേധാവിയായി മലയാളിയായ സജിത്ത് ശിവാനന്ദൻ നിയമിതനായി. ടെസ്റ്റ്, ഏകദിന, T20 ഫോർമാറ്റുകളിൽ 100 മത്സരങ്ങൾ വീതം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയായി. 50 വർഷത്തിന് ശേഷം ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള നാസയുടെ പുതിയ ദൗത്യമാണ് ആർടെമിസ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 50 വർഷത്തിന് ശേഷം ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള നാസയുടെ പുതിയ ദൗത്യമാണ് ആർടെമിസ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലിസ് ട്രസ് ചുമതലയേറ്റു. ഇത് സെപ്റ്റംബറിലേക്കുള്ള ന്യൂസാണ്. 45 ദിവസത്തിന് ശേഷം ലിസ് ട്രസ് രാജിവെക്കുകയും ചെയ്തിരുന്നു. കേരള നിയമസഭയുടെ 24ാമത്തെ സ്പീക്കറായി AN ഷംസീർ തിരഞ്ഞെടുക്കപ്പെട്ടു. സ്പീക്കറായിരുന്ന MP രാജേഷ് മന്ത്രിയാക്കാൻ രാജിവെച്ച ഒഴിവിലേക്കായിരുന്നു തിരഞ്ഞെടുപ്പ്. 24ാമത്തെ സ്പീക്കർ കേരള നിയമസഭ AN ഷംസീർ. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റായി കല്യാൺ ചൗബെ ഇമ്പോർട്ടൻ്റ് ആണ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റായി കല്യാൺ ചൗബെ തിരഞ്ഞെടുക്കപ്പെട്ടു. നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്.
പിന്നെയാണ് ഡി വൈ ചന്ദ്രചൂഡ് 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചിൽ നടന്ന ഡയമണ്ട് ലീഗ് ഫൈനലിൽ ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് സ്വർണം. സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചിലാണ് ഡയമണ്ട് ലീഗ് ഫൈനൽ നടന്നത്. ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് സ്വർണം. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം ശ്രീലങ്കയ്ക്ക്. ഫൈനലിൽ പാകിസ്ഥാനെയാണ് തോൽപ്പിച്ചത്. അപ്പോൾ ഏഷ്യ കപ്പ് കിരീടം ആർക്കാണ്? ശ്രീലങ്കയ്ക്കാണ്. അടുത്തത്, രാജ്യത്തെ ഏറ്റവും മികച്ച മൃഗശാലയായി പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് പത്മജ നായിഡു സുവോളജിക്കൽ പാർക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഡാർജിലിംഗ് പത്മജ നായിഡു സുവോളജിക്കൽ പാർക്ക് വെസ്റ്റ് ബംഗാളിലാണ്. ഫിഫ അണ്ടർ-17 വനിതാ ലോകകപ്പ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുമെന്ന് പറയുന്നു. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ബോളിവുഡ് നടി ആശ പരേഖിനാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം. സെനഗലിന് പുതിയ പ്രധാനമന്ത്രിയായി അമദൌ ബാ ചുമതലയേറ്റു. 2023 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ സമ്മേളനത്തിൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. അപ്പോൾ ഇന്ത്യയാണ് 2023 SCO ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഹോസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നത്. ഇതിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ആര്യയുടെ മുഹമ്മദ് 87 വയസ്സ് അന്തരിച്ചു. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്ന് നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് ഗഗൻ സ്ട്രൈക്ക്. മറ്റ് രാജ്യങ്ങളുമായിട്ട് നടത്തുന്നതല്ല, ഇന്ത്യൻ കരസേനയും വ്യോമസേനയും കൂടെ ചേർന്ന് നടത്തുന്നതാണ്. 2 തവണ ബുക്കർ പുരസ്കാരം നേടിയ ആദ്യ വനിതയായി ഇംഗ്ലീഷ് എഴുത്തുകാരി ഹിലരി മാൻറ്റൽ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. വൂൾഫ് ഹാൾ, ബ്രിങ് അപ്പ് ദി ബോഡീസ്, ദ മിറർ ആൻഡ് ദി ലൈറ്റ് എന്നിവയുൾപ്പെടെ വൂൾഫ് ഹാൾ നോവൽ ത്രയമാണ് ഏറ്റവും പ്രശസ്തമായ കൃതി. ദുലീപ് ട്രോഫി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ താരമായി രോഹൻ കുന്നുമ്മൽ. 2022 ദുരന്ത് കപ്പ് ഫുട്ബോൾ കിരീടം ബാംഗ്ലൂർ FC. ഇമ്പോർട്ടൻ്റ് ആണ്. ബാംഗ്ലൂർ FC 2022 ദുരന്ത് കപ്പ് ഫുട്ബോൾ. ചൈനീസ് ശാസ്ത്രജ്ഞൻ ലോകത്തിലാദ്യമായി ക്ലോണിങ്ങിലൂടെ നിർമ്മിച്ച ആർട്ടിക് ചെന്നായാണ് മായ എന്ന് വിചാരിക്കുമ്പോൾ ഇന്ത്യയാണെന്ന് വിചാരിക്കുന്നത് ചൈനയാണ്. അടുത്തത്, ഇറ്റലിയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ജോർജിയ മെലോനി ചുമതലയേറ്റു. ഇറ്റലി ആദ്യ വനിതാ പ്രധാനമന്ത്രി ജോർജിയ മെലോനി. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഡയറക്ടറായി ജനറലായി രാജേന്ദ്രകുമാർ IAS നിയമിതനായി. ഇന്ത്യയുടെ പുതിയ അറ്റോർണി ജനറലായി R വെങ്കിടരമണി നിയമിതനായി. ഇമ്പോർട്ടൻ്റ് ആണ്. വെങ്കിടരമണി ഇന്ത്യയുടെ പുതിയ അറ്റോർണി ജനറൽ. ഏത് ആർട്ടിക്കിൾ 76? ആർട്ടിക്കിൾ 76 ആണ് അറ്റോർണി ജനറൽ. സൗദി അറേബ്യയുടെ പ്രധാനമന്ത്രിയായി മുഹമ്മദ് ബിൻ സൽമാൻ നിയമിതനായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായി പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായി ഡോക്ടർ A അച്യുതൻ അന്തരിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. അനധികൃത മയക്കുമരുന്ന് കടത്ത് ശൃംഖലയ്ക്കെതിരെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഗരുഡ. വളരെ ഇമ്പോർട്ടൻ്റ്. ഓപ്പറേഷൻ ഗരുഡ ഏതാണ്? അനധികൃതമായ മയക്കുമരുന്ന് കടത്ത് ശൃംഖലയ്ക്കെതിരെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI നടത്തുന്ന ഓപ്പറേഷനാണ്. അതിനെതിരെ നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗരുഡ എന്ന് പറയുന്നത്. ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ പ്രചണ്ഡ് വ്യോമസേനയ്ക്ക് കൈമാറി. അതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രവാസി വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവുമായ അറ്റ്ലസ് രാമേന്ദ്രൻ അന്തരിച്ചു. ഫോർമുല 1 ലോക കിരീടം തുടർച്ചയായി 2ാം തവണയും മാക്സ് വെസ്റ്റപ്പന്. ഇമ്പോർട്ടൻ്റ് ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലേക്ക് തൻ്റെ പിൻഗാമിയായി മുതിർന്ന ജഡ്ജായ ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ പേര് നിലവിലെ ചീഫ് ജസ്റ്റിസ് UU ലളിത് നിർദ്ദേശിച്ചു. 49ാമത്തെ ആൾ UU ലളിതാണ്. 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആരാണ്? DY ചന്ദ്രചൂഡാണ്. ഈ പറയുന്ന മുതിർന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വരുന്ന ആളെ റെക്കമെൻഡ് ചെയ്യുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് കൊളീജിയൻ സിസ്റ്റം ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ജഡ്ജസ്. അടുത്തത്, ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ക്രിറ്റിക്സ് എക്കാലത്തെയും മികച്ച ചിത്രമായി സത്യജിത് റായ് സംവിധാനം ചെയ്ത പതേർ പാഞ്ചാലി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച 10 ഇന്ത്യൻ ചിത്രങ്ങളിൽ അടൂർ ഗോപാലകൃഷ്ണൻ എലിപ്പത്തായം ഇടം നേടി. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് BCCIൻ്റെ പുതിയ പ്രസിഡന്റായി മുൻ ഇന്ത്യൻ താരം റോജർ ബിന്നി നിയമിതനായി. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് അറുമുഖസ്വാമി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. എന്തുമായി ബന്ധപ്പെട്ടതാണിത്? ഈ കമ്മീഷൻ അറുമുഖസ്വാമി കമ്മീഷൻ എന്ന് പറയുന്നത് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ടതാണ്. അത് അന്വേഷിക്കുന്ന കമ്മീഷനായിരുന്നു അറുമുഖസ്വാമി കമ്മീഷൻ. റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. 2022 ഒക്ടോബറിൽ മഹാരാഷ്ട്രയിലെ ഒമിക്രോണിൻ്റെ പുതിയ വകഭേദം BQ.1 കണ്ടെത്തി. 2022 ബുക്കർ പ്രൈസ് പുരസ്കാരം ശ്രീലങ്കൻ എഴുത്തുകാരൻ ഷെഹാൻ കരുണ തിലകയ്ക്ക്. ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ദി 7 മൂൺസ് ഓഫ് മാലി അൽമേഡ എന്ന നോവലിനാണ്
ഷെഹാനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ 107-ാമത്തെ സ്ഥാനത്ത്. ബെലാറസ്, ബോസ്നിയ, ചിലി എന്നീ രാജ്യങ്ങൾ ആദ്യ 3 സ്ഥാനങ്ങളിൽ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലിസ് ട്രസ് അധികാരമേറ്റ് 45-ാം ദിവസം രാജിവെച്ചു എന്നാണ് പറയുന്നത്. യൂറോപ്യൻ പാർലമെൻറ്റിൻ്റെ 2022 ആന്ദ്രേ സഖോറോവ് പുരസ്കാരം ഉക്രൈൻ ജനതയ്ക്ക്. 2022 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് സിട്രാങ്. തായ്ലാൻഡാണ് പേര് നൽകി. ഉറപ്പായിട്ടും സാധ്യതയുള്ളൊരു ചോദ്യമാണ്. 2022 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് സിട്രാങ്. തായ്ലാൻഡാണ് ഈ പേര് നൽകിയത്. ബംഗ്ലാദേശിൽ വെച്ച് നടന്ന വനിതാ ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ശ്രീലങ്കയെ തോൽപ്പിച്ച് ഇന്ത്യക്ക് കിരീടം. ഇന്ത്യയുടെ 7ാമത്തെ കിരീടമാണ്. ബംഗ്ലാദേശ് വെച്ച് നടന്ന ഏതാണ് വനിതാ ഏഷ്യ കപ്പാണ് 2020. ഇന്ത്യക്കാണ് കിരീടം. ഡോക്ടർ പൽപു ഫൗണ്ടേഷൻ അവാർഡ് ഡോക്ടർ KP ഹരിദാസിന്. 2023 ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഖത്തർ വേദിയാവും. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞിലയുടെ ആത്മകഥ ഒരു ഗോളിയുടെ ആത്മകഥ. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞിലയുടെ ആത്മകഥയാണ് ഒരു ഗോളിയുടെ ആത്മകഥ. 2022 ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം M. ലീലാവതിക്ക്. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ ഇന്ത്യയിൽ അനുമതി ലഭിക്കുന്ന ആദ്യ GM ഭക്ഷ്യവിളയാണ് GM കടുക്, GM മസ്റ്റാർഡ്. ഓർത്ത് വെക്കണേ. അടുത്തത് 2023 ലോക ഹിന്ദി സമ്മേളനത്തിന് ഫിജി വേദിയാകും. ഫിജിയാണ് 2023 ലോക ഹിന്ദി സമ്മേളനം. ഫിജി. കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച് യുവ പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തൻബർഗ് എഴുതുന്ന പുസ്തകം ദ ക്ലൈമറ്റ് ബുക്ക്. ക്ലൈമറ്റ് ബുക്ക്. ആരാണ്? ഗ്രേറ്റ തൻബർഗ്. അണ്ടർ 17 വനിതാ ലോകകപ്പ് കിരീടം സ്പെയിൻ. ആർക്കാണ്? അണ്ടർ 17 വനിതാ ലോകകപ്പ് കിരീടം സ്പെയിനാണ്. അടുത്തത് കേരള സംസ്ഥാനത്ത് നടപ്പാക്കിയ വാട്ടർ സ്ട്രീറ്റ് പദ്ധതിക്ക് ലണ്ടൻ വേൾഡ് ട്രാവൽ മാർട്ടിൻ്റെ പുരസ്കാരം. കേരള സംസ്ഥാനത്ത് നടപ്പാക്കിയ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി. രാജ്യത്ത് പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ടേബിൾ ടെന്നീസ് താരം അജന്ത ശരത് കമലിന്. മുൻ IAS ഉദ്യോഗസ്ഥൻ അരുൺ ഗോയലിന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിച്ചു. മസഗോൺ ഷിപ്പ്യാർഡിൻ്റെ ബിൽഡേഴ്സിൻ്റെ ലിമിറ്റഡ് നിർമ്മിച്ച മസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് നിർമ്മിച്ച സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ യുദ്ധക്കപ്പലായ INS മർമഗാവോ ഇന്ത്യൻ നേവിക സൈനിക്ക് കൈമാറി. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് എന്ന് പറയുന്ന കമ്പനി നിർമ്മിച്ച സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറാണ് INS മർമഗാവോ ഇന്ത്യൻ നാവികസേനക്ക് കൈമാറി. പ്രമുഖ ചെറുകഥ നോവലിസ്റ്റ് ആയ സതീഷ് ബാബു പയ്യന്നൂർ അന്തരിച്ചു. പേരമരം എന്ന ചെറുകഥാ സമാഹാരത്തിന് 2012 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ 2023 റിപ്പബ്ലിക് ദിന മുഖ്യാതിഥിയായി ഈജിപ്ത് പ്രസിഡന്റ് അബ്ദേൽ ഫത്തഹ് അൽ സിസി പങ്കെടുക്കും എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2022 കറണ്ട് അഫയേഴ്സിൻ്റെ പോയിൻറ്റ്സ്. നമ്മൾ രണ്ടാമത്തെ ഭാഗവും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ, ടേക്ക് കെയർ, സി യു.